വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഇന്ധന വിലയിടിവിനെ തുടർന്ന് സൌദിയിലും കുവൈറ്റിലും തൊഴിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു. മലയാളികളടക്കം നിരവധി ഇന്ത്യക്കാർ തൊഴിൽ നഷ്ടപ്പെട്ട ദുരിതത്തിൽ. ഇവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. വിദേശകാര്യ മന്ത്രാലയം പ്രതിനിധികളെ അയച്ചു. സൌദിയിലെയും കുവൈറ്റിലെയും വിവിധ കമ്പനികൾ പൂട്ടിയതോടെയാണ് 10,000-ലധികം ഇന്ത്യൻ തൊഴിലാളികൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് ഗൾഫിൽ കുടുങ്ങിയ 10,000-ഓളം ഇന്ത്യക്കാരെ എത്രയും വേഗം നാട്ടിലെത്തിക്കാനാകുമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. 2,450 ഇന്ത്യക്കാരാണ് ഒഗർ കമ്പനിയുടെ കീഴിലുള്ള 5 ക്യാമ്പുകളിലായി കുടുങ്ങിക്കിടക്കുന്നത്. നടപടികൾ വേഗത്തിലാക്കാൻ വിദേശകാര്യ സഹമന്ത്രി വി.കെ. സിംഗ് അടുത്ത ദിവസം റിയാദിലേക്ക് പോകും. ഗൾഫിൽ കുടുങ്ങിയവരിൽ 100 കണക്കിന് മലയാളികളുമുണ്ടെന്നാണ് വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന സൂചനകൾ. എണ്ണ വിലയിടിവിനെ തുടർന്ന് കടുത്ത പ്രതിസന്ധിയിലായ ഗൾഫ് നിർമ്മാണ മേഖലയിൽ 10,000-ലേറെ ഇന്ത്യൻ തൊഴിലാളികൾ ദുരിതത്തിലെന്നാണ് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നത്. 2,500-ൽ പരം ഇന്ത്യക്കാർ ഭക്ഷണം പോലും കിട്ടാതെ വിഷമിക്കുകയാണെന്നുമാണ് സർക്കാരിന് ലഭിച്ച വിവരം. മാസങ്ങളായി തൊഴിൽ നഷ്ടപ്പെട്ട് ശമ്പളമില്ലാതെ ലേബർ ക്യാമ്പിൽ കഴിയുന്നവരിൽ 100 കണക്കിന് മലയാളികളുമുണ്ടെന്നാണ് സൂചന. എന്നാൽ ഈ വിവരം വിദേശകാര്യ മന്ത്രാലയം പരസ്യപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ 16,000 കിലോ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്തതായി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് അറിയിച്ചു. തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് എക്സിറ്റ് വിസ ലഭിക്കാൻ വിദേശകാര്യ മന്ത്രാലയം സൗദി സർക്കാരുമായി ചർച്ച നടത്തി വരികയാണ്. ഈ നടപടികൾ വേഗത്തിലാക്കാൻ വിദേശകാര്യ സഹമന്ത്രി വി.കെ. സിംഗ് അടുത്ത ദിവസം ജിദ്ദയിലെത്തും. സൗദി കൂടാതെ കുവൈറ്റിലും ഒമാനിലേക്കും പ്രതിസന്ധി രൂക്ഷമായി. കേന്ദ്ര സർക്കാർ മണിക്കൂറുകൾ തോറും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട്. സംഭവം അതീവ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്നും ഭരണാധികാരികളുമായി ചർച്ച നടത്തി വരികയാണെന്നും ഇന്ത്യക്കാരെ ഉടനടി നാട്ടിലെത്തിക്കാനാകുമെന്നും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് രാജ്യസഭയിൽ വ്യക്തമാക്കി. भारत का कोई भी श्रमिक यदि बाहर बेरोजगार है तो वो भूखा नहीं सोएगा. भारत सरकार इसकी जिम्मेदारी लेती है कि उसको खाना पहुंचाएगी, लेकिन केवल खाना पहुंचाने तक नहीं. अगर वो वहाँ बेरोजगार है और दूसरी जगह कोई काम नहीं मिल रहा, अगर दूसरी कंपनी में काम मिल जाए तो बहुत अच्छी बात. अगर काम नहीं मिल रहा है और वो स्वदेश लौटना चाहता है तो हम उसको सकुशल स्वदेश वापस लेकर आएंगे. ये भी मैं आपको आश्वासन. വിദേശകാര്യ സഹമന്ത്രി എം.ജെ. അക്ബർ ഇരു രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ടു. ഇന്ത്യൻ തൊഴിലാളികളെ സഹായിക്കാൻ എല്ലാ ഇന്ത്യക്കാരും രംഗത്തു വരണമെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ട്വിറ്ററിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സൌദിയിൽ 700-ഓളം മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി ഔദ്യോഗിക സ്ഥിരീകരണം. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇവരെ തിരികെ എത്തിക്കുന്നതിന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജുമായി സംസാരിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഇന്ധന വിലയിടിവിനെ തുടർന്നാണ് ഗൾഫ് മേഖലയിൽ പ്രതിസന്ധി രൂപപ്പെട്ടത്. മുന്നറിയിപ്പില്ലാതെ കമ്പനികൾ തൊഴിലാളികളെ പിരിച്ചുവിട്ടത് കാര്യങ്ങൾ വഷളാക്കി. 700-ഓളം മലയാളികൾ സൗദിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവരെ തിരികെ എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിനോട് അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന് അടിയന്തര സന്ദേശം നൽകിയിട്ടുണ്ട്. 700-ഓളം മലയാളികൾ അതിൽ പെട്ടിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോൾ അവരെ ഏതു തരത്തിൽ നാട്ടിലേക്ക് എത്താൻ താല്പര്യമുള്ളവരെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ എങ്ങനെയെന്നുള്ളത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനാവശ്യമായ ബന്ധപ്പെടുത്തലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച ഒരു വിഭാഗം തന്നെ ഇവരെ തിരികെ എത്തിക്കുന്നതിനായി പ്രവർത്തിക്കുന്നുണ്ട്. തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് ഭക്ഷണം നൽകാനുള്ള സത്വര നടപടികൾ ഉറപ്പുവരുത്തണമെന്ന് സൗദി സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ കണക്കെടുപ്പ് പൂർത്തിയായാൽ ഉടൻ ഇവരെ തിരികെ എത്തിക്കാനുള്ള വിമാനം സൗദിയിലേക്ക് പോകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പയ്യന്നൂർ പ്രസംഗത്തിന്റെ പേരിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെതിരെ കേസ് എടുക്കേണ്ടതില്ലെന്ന് ഡിജിപിക്ക് നിയമോപദേശം. കേസെടുക്കാവുന്ന രീതിയിൽ പ്രകോപനപരമായ ഒന്നും പ്രസംഗത്തിൽ ഇല്ലെന്നാണ് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് ജനറൽ, മുതിർന്ന അഭിഭാഷകർ തുടങ്ങിയവരിൽ നിന്നാണ് ഡിജിപി ലോക്നാഥ് ബെഹ്റ നിയമോപദേശം തേടിയിരുന്നത്. വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ യുവതി ദില്ലിയിൽ പിടിയിലായി. കാസർഗോഡ് പടനയിൽ നിന്നും കാണാതായ അബ്ദുൾ റാഷിദുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് സൂചനയുണ്ട്. ഗുജറാത്ത് മുഖ്യമന്ത്രി രാജിവെച്ചു. ആനന്ദിബെൻ പട്ടേലിന്റെ രാജി ബിജെപി സ്വീകരിച്ചു. നേരത്തെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് മുഖ്യമന്ത്രി പദം ഒഴിയുന്നതിന് അവർ സന്നദ്ധത അറിയിച്ചത്. പ്രായം 75 അടുക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറാൻ ആഗ്രഹിക്കുകയാണ്. ഇക്കാര്യം ബി.ജെ.പി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ആനന്ദിബെൻ പട്ടേൽ ഫേസ്ബുക്കിലൂടെ അറിയിച്ചത്. തൊട്ടുപിന്നാലെ ബി.ജെ.പി നേതൃത്വം രാജി സ്വീകരിച്ചതായുള്ള റിപ്പോർട്ടും പാർട്ടി വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. ഗുജറാത്തിൽ പട്ടേൽ വിഭാഗത്തിന്റെയും ദളിത് വിഭാഗത്തിന്റെയും പ്രക്ഷോഭം തുടരുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ രാജി. പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് രാജിയെന്നാണ് സൂചന. അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വിവാദങ്ങളിൽ നിന്നും മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ബി.ജെ.പി നേതൃമാറ്റം പരീക്ഷിക്കുന്നത്.
ഗുജറാത്തിൽ ദളിതർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുന്നതിൽ മുഖ്യമന്ത്രി പരാജയപ്പെട്ടുവെന്ന ആരോപണം ശക്തമായിരുന്നു. ഗോവധം ആരോപിച്ച് ദളിത് യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്ന് ആരംഭിച്ച ദളിത് പ്രക്ഷോഭം ഇപ്പോഴും തുടരുകയാണ്. ഹാർദിക് പട്ടേലിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പട്ടേൽ സമുദായത്തിന്റെ സംവരണത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭവും അവസാനിച്ചിട്ടില്ല. സംസ്ഥാനത്തെ പ്രധാന വോട്ട് ബാങ്കായ ദളിത് പട്ടേൽ വിഭാഗങ്ങൾ ഇടഞ്ഞു നിൽക്കുമ്പോൾ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് BJPക്ക് വൻ തിരിച്ചടിയാകും. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയെ മാറ്റിയുള്ള പുതിയ പരീക്ഷണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. മലബാർ സിമന്റ്സിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുമെന്ന് വ്യവസായ മന്ത്രി EP ജയരാജൻ. അഴിമതി കേസിൽ MD അടക്കമുള്ളവർ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേസുകളുടെ മറവിൽ മലബാർ സിമന്റ്സിനെ തകർക്കാൻ ശ്രമിക്കരുതെന്നും സന്ദർശനശേഷം മന്ത്രി അഭ്യർത്ഥിച്ചു. വ്യവസായ മന്ത്രിയായ ശേഷം ആദ്യമായി വാളയാറിലെ മലബാർ സിമന്റ്സ് ആസ്ഥാനത്തെത്തിയ EP ജയരാജൻ ഉദ്യോഗസ്ഥരുമായും തൊഴിലാളികളുമായും വെവ്വേറെ കൂടിക്കാഴ്ച നടത്തി. മലബാർ സിമന്റ്സിനെതിരെ നിരവധി അഴിമതി ആരോപണങ്ങളും ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണവും നടക്കുന്നതിനിടെയായിരുന്നു വ്യവസായ മന്ത്രിയുടെ സന്ദർശനം. മന്ത്രി AK ബാലനും EP ജയരാജനൊപ്പം ഉണ്ടായിരുന്നു. അഴിമതിയോട് വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കിയ മന്ത്രി MD അടക്കമുള്ളവർ കുറ്റക്കാരൻ തെളിഞ്ഞാൽ നടപടിയെടുക്കുമെന്ന് പറഞ്ഞു. വിജിലൻസ് കേസ് അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്താൻ ശക്തമായ നടപടി സ്വീകരിക്കും. കുറ്റം ചെയ്ത ആർക്കും ഇടതുപക്ഷ ഗവൺമെന്റിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ശരിയായ നിലയിൽ തന്നെ അത് കണ്ടെത്തും, നടപടി സ്വീകരിക്കും. പക്ഷെ ഇതിന്റെ മറവിൽ ഈ സ്ഥാപനത്തെ ദുർബലപ്പെടുത്താൻ ആരും ശ്രമിക്കരുത്. മലബാർ സിമന്റ്സ് തൊഴിലാളി സംഘടനാ നേതാക്കളുമായി നടന്ന ചർച്ചയിൽ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും പങ്കെടുത്തു. നടുപ്പതി ആദിവാസിയൂരിലെ കുട്ടികൾക്ക് മലബാർ സിമന്റ്സ് നൽകുന്ന യൂണിഫോം വിതരണം ഇരു മന്ത്രിമാരും ചേർന്ന് നിർവഹിച്ചു. കഞ്ചിക്കോട്ടെ വ്യവസായ പ്രതിനിധികളുമായും EP ജയരാജൻ ചർച്ച നടത്തി. കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറം ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തിരികെ വാർത്തകളിലേക്ക്. ഉത്തേജക മരുന്ന് വിവാദത്തിൽ കുരുങ്ങിയ ഗുസ്തി താരം നർസിംഗ് യാദവിന് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസിയുടെ അനുമതി. നർസിംഗ് ഗൂഢാലോചനയുടെ ഇരയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നാടൻ നർസിംഗിന് ക്ലീൻ ചിറ്റ് നൽകിയത്. നർസിംഗ് നാളെ പുലർച്ചെ റിയോയിലേക്ക് തിരിക്കും. ഉത്തേജക മരുന്ന് ഉപയോഗിച്ചെന്ന് പരിശോധനയിൽ കണ്ടെത്തിയ നർസിംഗ് യാദവ് നിരപരാധിയാണെന്നാണ് നാഡയുടെ അച്ചടക്ക സമിതി കണ്ടെത്തിയത്. നർസിംഗ് യാദവ് അട്ടിമറി ശ്രമത്തിന്റെ ഇരയാണെന്നും സമിതി ചൂണ്ടിക്കാട്ടി. തന്നെ കുടുക്കിയതാണെന്നുള്ള നർസിംഗിന്റെ വാദം അച്ചടക്ക സമിതി പൂർണ്ണമായി അംഗീകരിച്ചു. ഇതോടെ റിയോ ഒളിമ്പിക്സിൽ നർസിംഗ് യാദവിന് പങ്കെടുക്കാം. हाँ रियो जाएगा, मेरा प्रयास है. फेडरेशन पूरी मुस्तैदी से, सरकार, फेडरेशन, IO सब. 74 കിലോഗ്രാം ഗുസ്തി ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിലാണ് നർസിംഗ് മത്സരിക്കുന്നത്. തനിക്ക് നീതി ലഭിക്കാൻ പിന്തുണച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്ന് നർസിംഗ് യാദവ് പ്രതികരിച്ചു. मुझे न्याय मिला तो आप सबका मैं धन्यवाद करता हूं और आप लोगों को उम्मीद मुझसे यही है कि मैं ओलंपिक मेडल लेके आऊं और आप लोगों को इससे सब अपने कंट्री के लिए अपने मेडल जीतू, इससे बड़ी और कुछ नहीं. ഒളിമ്പിക്സിന് യോഗ്യത നേടിയിരുന്ന നർസിംഗ് യാദവ് കഴിഞ്ഞയാഴ്ചയാണ് ഉത്തേജക മരുന്ന് ഉപയോഗത്തിന് പിടിക്കപ്പെട്ടത്. നർസിംഗിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകളിൽ നിരോധിത മരുന്നുകളുടെ സാന്നിധ്യം കണ്ടെത്തുകയായിരുന്നു. എന്നാൽ പരിശീലനം നടത്തിയിരുന്ന സായി കേന്ദ്രത്തിലെ ജീവനക്കാർ നർസിംഗിന്റെ ഭക്ഷണത്തിൽ മരുന്ന് കലർത്താൻ ഒരു ജൂനിയർ താരം എത്തിയതായി സംശയം പ്രകടിപ്പിച്ചു. മെഥനോഡിനോൺ എന്ന മരുന്നാണ് നർസിംഗിന്റെ ശരീരത്തിൽ കണ്ടെത്തിയത്. ഇത് 6 കിലോ ഭാരം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതും ഗൂഢാലോചന ശ്രമമെന്ന തീരുമാനത്തിന് ശക്തി കൂട്ടി. ആദ്യം സുശീൽ കുമാറുമായി നീണ്ട നിയമ പോരാട്ടങ്ങൾ, പിന്നീട് ഉത്തേജക മരുന്ന് ഉപയോഗത്തിന്റെ വിവാദങ്ങൾ. ഇനി ആശങ്കകളില്ലാതെ നർസിംഗിന് റിയോയിലേക്ക് തിരിക്കാം. ഇന്ത്യയുടെ പ്രതീക്ഷകളും. റെസ്ലിംഗ് ഫെഡറേഷനിൽ നിന്ന് മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. പാലക്കാട് മെഡിക്കൽ കോളേജിലെ അനധികൃത നിയമനങ്ങളിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും മുൻ മന്ത്രി AP അനിൽകുമാറിനുമെതിരെ വിജിലൻസ് അന്വേഷണം. കഴിഞ്ഞ മന്ത്രിസഭയുടെ അവസാന കാലത്ത് 170 തസ്തികകളിൽ ക്രമവിരുദ്ധമായി നിയമനം നടത്തിയെന്ന പരാതിയിലാണ് തൃശൂർ വിജിലൻസ് കോടതി ത്വരിതാന്വേഷണത്തിന് ഉത്തരവിട്ടത്. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പാലക്കാട് ആരംഭിച്ച മെഡിക്കൽ കോളേജിലേക്ക് UDF സർക്കാർ നൽകിയ നിയമനങ്ങളിൽ അഴിമതിയുണ്ടെന്ന പരാതിയിലാണ് തൃശൂർ വിജിലൻസ് കോടതി ത്വരിതാന്വേഷണത്തിന് ഉത്തരവിട്ടത്. 170 തസ്തികകളിൽ ക്രമവിരുദ്ധമായി നിയമനങ്ങൾ നടത്തിയ സംഭവത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയായിരുന്ന AP അനിൽകുമാർ എന്നിവർക്ക് പങ്കുണ്ടെന്നായിരുന്നു ആരോപണം. പരാതിയിൽ കഴമ്പുണ്ടെന്ന് നിരീക്ഷിച്ച കോടതി ഉമ്മൻചാണ്ടി, AP അനിൽകുമാർ, മുൻ പട്ടികജാതി വികസന സെക്രട്ടറി, SC/ST സ്പെഷ്യൽ ഓഫീസർ എന്നിവർ ഉൾപ്പെടെ 6 പേർക്കെതിരെ ത്വരിതാന്വേഷണം നടത്താൻ ഉത്തരവിട്ടു. PSCയെ ഒഴിവാക്കി നിയമനം നടത്തുന്നതിൽ അസ്വാഭാവികത ഉണ്ടെന്ന വിജിലൻസ് റിപ്പോർട്ട് മറികടന്നായിരുന്നു നിയമനം. മെഡിക്കൽ കോളേജിന് അനുമതി നേടാനെന്ന വ്യാജേന UDF സർക്കാരിന്റെ അവസാന കാലത്ത് തിരക്കിട്ട് നിയമനം നടത്തിയത് അനുകൂലികളെ തിരികെ കയറ്റാനാണെന്നാണ് പരാതിക്കാരൻ P രാജീവ് ആരോപിക്കുന്നത്. ത്വരിതാന്വേഷണം നടത്തി സെപ്റ്റംബർ 19 റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. തിരുവനന്തപുരം വിജിലൻസ് സ്പെഷ്യൽ സ്ക്വാഡിനാണ് അന്വേഷണ ചുമതല. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
UDFിനെ രൂക്ഷമായ പ്രതിസന്ധിയിലാക്കി മാണി. ആദ്യഘട്ടമെന്നോണം നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കാകാൻ കേരള കോൺഗ്രസ് തീരുമാനം. അതേസമയം മാണി ഗ്രൂപ്പിനെ എൻഡിഎയിലെത്തിക്കാൻ BJP ചർച്ചകൾ ഊർജിതമാക്കി. ജോസ് കെ മാണിക്ക് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ളവ വാഗ്ദാനം ചെയ്താണ് BJP മാണിയെ കൂടെ കൂട്ടാൻ ശ്രമിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് നീക്കങ്ങൾ. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ NDA പ്രവേശന നീക്കങ്ങൾ ശരിവെക്കുന്നതാണ് പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ. UDF വിടാൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്ന കേരള കോൺഗ്രസ് MLA-മാരുടെ യോഗം തീരുമാനിച്ചത്. UDFിൽ നിന്നുള്ള അനുരഞ്ജന നീക്കങ്ങൾക്കൊന്നും KM മാണി മുഖം കൊടുക്കുന്നില്ല. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അനുനയനത്തിനായി മാണിയെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായില്ല. കുഞ്ഞാലിക്കുട്ടി മുഖേന നടക്കുന്ന അനുനയന ശ്രമങ്ങളോടും മാണി സഹകരിച്ചേക്കില്ല. ചരൽക്കുന്ന് ക്യാമ്പിൽ UDF വിട്ട് നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കാൻ തീരുമാനമെടുക്കും. NDA പ്രവേശനത്തിന് നേരത്തെ എതിരുനിന്നിരുന്ന PJ ജോസഫും ചരൽക്കുന്ന് ക്യാമ്പിലെ തീരുമാനത്തിന് ഒപ്പം നിൽക്കുമെന്നാണ് മാണിയുടെ പ്രതീക്ഷ. അടുത്ത കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് മുമ്പായോ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായോ ആയിരിക്കും കേരള കോൺഗ്രസ് NDAയുടെ ഭാഗമാകുകയെന്നാണ് സൂചന. NDA പ്രവേശനം സംബന്ധിച്ച് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ KM മാണിയുമായി പലതവണ ചർച്ച നടത്തിക്കഴിഞ്ഞു. BJPയുടെ മറ്റു സംസ്ഥാന കേന്ദ്ര നേതാക്കളും കേരള കോൺഗ്രസ് നേതാക്കളുമായി അനൌദ്യോഗിക ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ഒരു പ്രമുഖ രൂപതാമെത്രാന്റെ പിന്തുണയോടെയാണ് ചർച്ചകൾ നടന്നത്. ജോസ് കെ മാണിക്ക് കേന്ദ്ര സഹമന്ത്രി സ്ഥാനവും പാർട്ടിക്ക് കേന്ദ്ര സ്ഥാപനങ്ങളിലെ പദവിയുമാണ് BJPയുടെ വാഗ്ദാനം. സംസ്ഥാന നേതാക്കൾ നടത്തുന്ന ചർച്ചകളിൽ മുന്നണി മാറ്റം സംബന്ധിച്ച ധാരണയായാൽ BJP കേന്ദ്ര നേതാക്കൾ അന്തിമ ചർച്ചകൾ നടത്തും. ഈ നീക്കങ്ങൾ ശരിവെക്കുന്നതാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ പ്രതികരണം. കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന് സമയമായെന്ന് അദ്ദേഹം പറഞ്ഞു. മാണി മാത്രമല്ലല്ലോ, UDFിൽ പല രാഷ്ട്രീയ കക്ഷികളും ഇപ്പോൾ പുനർവിചിന്തനത്തിലാണ്. കക്ഷിബന്ധങ്ങൾ ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമവാക്യങ്ങൾ എല്ലാം ഇപ്പോൾ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ സംഭവിക്കും, ഏത് ദിശയിലേക്ക് പോകും എന്നൊന്നും പറയാറായിട്ടില്ല. അതേസമയം NDA പ്രവേശനം സംബന്ധിച്ച വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും AN രാധാകൃഷ്ണനുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും ജോസ് കെ മാണി പ്രസ്താവനയിൽ അറിയിച്ചു. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെ ഹൈക്കമാൻഡ് അടിയന്തരമായി ദില്ലിക്ക് വിളിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് VM സുധീരൻ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവരോട് വ്യാഴാഴ്ച ദില്ലിയിലെത്താനാണ് നിർദ്ദേശം. കൂടിക്കാഴ്ചയിൽ പാർട്ടി പുനഃസംഘടനയിലും സംഘടനാ പ്രശ്നങ്ങളിലും ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം നേതാക്കളെ അറിയിക്കുമെന്ന സൂചന. KPCC അധ്യക്ഷ സ്ഥാനത്തുൾപ്പെടെ മാറ്റം വരുത്തി പുനഃസംഘടന വേണമെന്ന് AA ഗ്രൂപ്പുകൾ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളെ നേരിൽ കണ്ട് ഹൈക്കമാൻഡ് അഭിപ്രായങ്ങൾ ആരാഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് നേതാക്കളെ ദില്ലിക്ക് വിളിപ്പിച്ചത്. കേരള കോൺഗ്രസ് M നേതാവ് KM മാണിയുമായുള്ള പ്രശ്നങ്ങളും ചർച്ചാ വിഷയമാകും. ഗോപു നന്ദലത് ഗ്രൂപ്പിന്റെ 27ാമത് ഷോറൂം ഉദ്ഘാടനം പത്തനംതിട്ടയിൽ സ്ഥലം MLA വീണ ജോർജ് നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ രജനി പ്രദീപ് ഭദ്രദീപം തെളിയിച്ചു. ഗോപു നന്ദലത് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദലത്ത് ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഈ ഓണം സീസണിൽ 9 ഷോറൂമുകളാണ് ഗോപു നന്ദലത് ജിമാർട്ട് ഉപഭോക്താക്കൾക്കായി സമർപ്പിക്കുന്നത്. ഏറ്റവും ഗുണമേന്മയുള്ള 2016 മോഡൽ ഗൃഹോപകരണങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗോപു നന്ദലത് ജിമാർട്ട് പുതിയ ഷോറൂമുകൾ ആരംഭിക്കുന്നത്. കേരളത്തിലെ 27ാമത് ഷോറൂമാണിത്. പ്രമുഖ പന്തൽ നിർമ്മാതാവും ബാബു ഡെക്കറേഷൻസ് ഉടമയുമായ PR മണിയെ ആദരിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ആദരസദ്യ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ PR മണിക്ക് പൊന്നാടിയും ഫലകവും നൽകി ആദരിച്ചു. പന്തൽ നിർമ്മാണ രംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് PR മണി. ചടങ്ങിൽ സൂര്യ കൃഷ്ണമൂർത്തി, നടൻ ഇന്ദ്രൻ, ഡോക്ടർ ബിജു രമേശ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള കോൺഗ്രസ് B നേതാവ് R ബാലകൃഷ്ണപിള്ളയുടെ പത്തനാപുരം പ്രസംഗം വിവാദമാകുന്നു. മുസ്ലിം ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ളതാണ് ബാലകൃഷ്ണപിള്ളയുടെ പ്രസംഗം. പത്തനാപുരം കമുകംചേരിയിൽ വെച്ചായിരുന്നു വിവാദ പ്രസംഗം. മുസ്ലിം പള്ളികളിൽ നിന്നുള്ള ബാങ്ക് വിളി നായ കുരയ്ക്കുന്നത് പോലെയാണെന്നാണ് ബാലകൃഷ്ണപിള്ള പറഞ്ഞത്. ഇപ്പം പട്ടിയുടെ കുരവ് തന്നെ 5 പേര് ഉറങ്ങണ്ട, അടുത്തൊരു പള്ളി കൊണ്ടുവച്ചങ്ങ് വാങ്ങുവില്ല. ഈ വാങ്ങി വിളിക്കുമ്പോ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ മൈക്ക് അവർ നിർത്തിയും കൊടുക്കും. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ മൈക്ക് പ്രവർത്തിക്കുമ്പോ വാങ്ങി വിളിക്കുകയും ചെയ്യും. 10 മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ അടുത്തടുത്ത് താമസിച്ചാൽ അവിടെ ഉടൻ പള്ളി പണിയുമെന്നും ബാലകൃഷ്ണപിള്ള പറഞ്ഞു. പാളയത്തൊരു പള്ളി ഉണ്ടായിരുന്ന തിരുവനന്തപുരത്ത് പള്ളി എത്ര? പാളയത്തൊരു ക്രൈസ്തവ ദേവാലയം ഉണ്ടായിരുന്ന സ്ഥലത്ത് 100 കണക്കിന് പള്ളിയാണ്.
എന്നാൽ പുതിയ കരയോഗ ശാഖയുമായി ബന്ധപ്പെട്ട് അടച്ചിട്ട മുറിയിൽ നടത്തിയ സംഭാഷണമാണെന്നും ഒരു സമൂഹത്തെയും ആക്ഷേപിക്കേണ്ട കാര്യമില്ലെന്നും ശബ്ദരേഖ പുറത്തുവന്നത് ദുരൂഹമാണെന്നും ബാലകൃഷ്ണപിള്ള പ്രതികരിച്ചു. ഞാൻ ഏതായാലും ഒരു മുസ്ലിം ദേവാലയത്തെയോ ഒരു സമുദായത്തെയോ ആക്ഷേപിക്കുന്ന ആളല്ല, ആക്ഷേപിച്ചിട്ടുമില്ല, ഇനി ആക്ഷേപിക്കില്ല. അവരുടെ മതപരമായ കാര്യങ്ങളിൽ വിശ്വാസ പ്രമാണങ്ങളിൽ ഇടപെടുന്ന ആളുമല്ല, ഇടപെട്ടിട്ടുമില്ല. ശബ്ദരേഖ ഉണ്ടെന്ന് പറയുന്നെങ്കിൽ ശബ്ദരേഖ വെട്ടിത്തിരിച്ചതാ. 1.25 മണിക്കൂറുള്ള ശബ്ദരേഖ അതിന്റെ മുഴുവൻ ഉണ്ടെങ്കിൽ അത് കേട്ടാലല്ല ആകും. ശബ്ദരേഖ പുറത്തു വന്നതോടെ പിള്ളയുടെ പരാമർശങ്ങൾ വിവാദമുയർത്തുകയാണ്. ന്യൂസ് ഡെസ്ക്. മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും തമ്മിലുള്ള തർക്ക പരിഹാരത്തിനായി സർക്കാർ കമ്മിറ്റി രൂപീകരിച്ചു. അഡ്വക്കേറ്റ് ജനറലായിരിക്കും കമ്മിറ്റിയുടെ അധ്യക്ഷൻ. കേരള ബാർ കൌൺസിൽ ചെയർമാൻ, കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ്, തർക്കം ഉടലെടുത്ത പ്രദേശത്തെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ്, KUWJ സംസ്ഥാന പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി അടക്കം സമിതിയിൽ അംഗങ്ങളാകും. സംസ്ഥാന പോലീസ് മേധാവിയും ബന്ധപ്പെട്ട ജില്ലാ പോലീസ് സൂപ്രണ്ടും കമ്മിറ്റിയിൽ അംഗങ്ങളാകും. ജനസൌഹൃദ സമീപനത്തിലൂടെയാണ് ഹെൽമറ്റ് നിർബന്ധമാക്കുന്ന പദ്ധതി നടപ്പാക്കുകയെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. 85% പേർ നിലവിൽ ഹെൽമറ്റ് ധരിക്കുന്നുണ്ട്. ഇത് 100% ഗതാഗത വകുപ്പ് ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഹെൽമറ്റ് ധരിക്കൂ, പെട്രോൾ ഒഴിക്കൂ, സുരക്ഷിതരായിരിക്കൂ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഹെൽമറ്റ് ധരിക്കാതെ വന്ന 2 യുവാക്കൾക്ക് ഹെൽമറ്റ് നൽകിക്കൊണ്ടാണ് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഹെൽമറ്റ് ലഭിച്ചവർ വേദിയിൽ വെച്ച് തന്നെ പ്രതിജ്ഞയും എടുത്തു. ജനസൗഹൃദ സമീപനത്തിലൂടെ പദ്ധതി നടപ്പാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഹെൽമറ്റ് ധരിച്ചു വരുന്നവർക്ക് കൂപ്പൺ നൽകും. കൂപ്പൺ നറുക്കെടുത്ത് 1ാം സമ്മാനം ലഭിക്കുന്നയാൾക്ക് 5 ലിറ്റർ പെട്രോളും, 2ാം സമ്മാനക്കാർക്ക് 3 ലിറ്ററും, 3ാം സമ്മാനക്കാർക്ക് 2 ലിറ്റർ പെട്രോൾ വീതവും സൗജന്യമായി നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതൊരു സംഘർഷവേദിയായി പരിവർത്തിക്കപ്പെടുന്നതിനെ ആരും ഇഷ്ടപ്പെടുന്നില്ല. ഗതാഗത വകുപ്പ് ആ ആഗ്രഹം തന്നെയാണ് മനസ്സിൽ വെച്ച് കാത്തു പുലർത്തുന്നത് എന്ന് ഇവിടെ വ്യക്തമാക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. 85% വരുന്ന ഇരുചക്ര വാഹന യാത്രക്കാർ ഇതിനകം തന്നെ ഹെൽമെറ്റ് ധരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് ലക്ഷ്യമിടുന്നത് ഇത് 100% ഉയർത്തുക എന്നതാണ്. അനൂപ് ജേക്കബ് MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം മന്ത്രി ഇരുചക്ര വാഹനക്കാർക്ക് പെട്രോൾ നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.